മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച് 14കാരൻ മരണപ്പെട്ടതോടെ സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ഭീതി ഉയരുകയാണ്. 246 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 214 പേർ നിരീക്ഷണത്തിലാണ്. സമ്പർക്ക പട്ടികയിലെ 2 പേർക്ക് വൈറൽ പനിയുണ്ട്. 63 പേർ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളവരാണ്. നിപ്പ ബാധിച്ച് മരിച്ച 14കാരന്റെ വീടിന് 2 കിലോമീറ്റർ അകലെ താമസിക്കുന്ന 68കാരനെ നിപ്പ രോഗലക്ഷണങ്ങളുമായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനു മുൻപ് 20ഓളം ആളുകളാണ് സംസ്ഥാനത്ത് നിപ്പ പോസിറ്റീവായി മരണമടഞ്ഞത്. 2018-ലാണ് കേരളത്തിൽ ആദ്യ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. എന്താണ് നിപ്പ വൈറസ് എന്നും ശ്രദ്ധിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും അറിഞ്ഞിരിക്കൽ ഈ സാഹചര്യത്തിൽ നിർബന്ധമാണ്. മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്ക് പകരുന്ന ഹെനിപ്പ ജനസിൽപ്പെട്ട RNA വൈറസ് ആണ് നിപ്പ. രോഗം ബാധിച്ച വവ്വാലുകളുടെയോ പന്നികളുടെയോ സ്രവത്തിലൂടെയും വിസർജ്യത്തിലൂടെയുമാണ് മനുഷ്യരിലേക്ക് ഇത് പകരാൻ സാധ്യത കൂടുതൽ. വായുവിലൂടെ അധിക ദൂരം പകരുന്ന വൈറസ് അല്ല നിപ്പ. വൈറസ് ഉള്ള ആളുകളുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്കാണ് ഇത് പകരുക. പനിയോടുകൂടിയുള്ള ശരീരവേദന, ക്ഷീണം, ചുമ, തൊണ്ടവേദന എന്നിവയാണ് പ്രാരംഭ രോഗലക്ഷണങ്ങൾ. രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ഛർദി, സ്ഥലകാല ബോധമില്ലായ്മ, മാനസിക വിഭ്രാന്തി, അപസ്മാരം, ബോധക്ഷയം, ശ്വാസതടസ്സം എന്നിവയും ഉണ്ടാവാം. വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ 4 മുതൽ 14 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ചിലപ്പോൾ 21 ദിവസം വരെയും ആവാം. ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്ന് വൈറസ് പകരാൻ സാധ്യത കൂടുതലാണ്. രോഗത്തിന്റെ തീവ്രത വർദ്ധിക്കുന്നതിനനുസരിച്ച് രോഗവ്യാപന സാധ്യതയും വർദ്ധിക്കാം. രോഗലക്ഷണങ്ങൾ കാണുന്നവരും രോഗിയെ പരിചരിക്കുന്നവരും N95 മാസ്ക് നിർബന്ധമായും ഉപയോഗിക്കണം. പനി കണ്ടു തുടങ്ങിയാൽ തന്നെ ഡോക്ടറെ സമീപിച്ച് കൃത്യമായ രോഗനിർണയം നടത്തലും ചികിത്സ തേടലും അനിവാര്യമാണ്. നിലത്ത് വീണ് കിടക്കുന്ന പഴങ്ങളൊന്നും കഴിക്കരുത്. മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും നിർബന്ധമാക്കണം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വ്യത്യസ്തങ്ങളായ മഹാമാരികളെ കണ്ടവരാണെന്നും അതിജീവിച്ചവരാണെന്നുമുള്ള അഹങ്കാരത്താൽ തള്ളിക്കളയാവുന്ന ഒന്നല്ല നിപ്പ. ഇതിനു മുൻപ് 4 തവണ നിപ്പയെ നമ്മൾ ഒരു പരിധിവരെ പ്രതിരോധിച്ചതാണ്. എന്നാൽ കൃത്യമായ മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ നേരത്തേതിനേക്കാൾ തീവ്രമായ അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിയേക്കാം.